എൻ്റെ പേര് ഹിരൺ. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലൂടെയുള്ള യാത്ര. എല്ലാവർക്കും നമ്മുടെ ചാനലായ സിക്സ് സെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചാണ്, അഥവാ എക്കണോമിക്സ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മാക്രോ എക്കണോമിക്സ്, രണ്ട് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എന്ന വാക്കിൻ്റെ അർത്ഥം വലുത് എന്നും മൈക്രോ എന്ന വാക്കിൻ്റെ അർത്ഥം ചെറുത് എന്നുമാണ്. അതുപോലെ തന്നെ ഇതിനെ മലയാളത്തിൽ പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നറിയപ്പെടുന്നത് മാക്രോ എക്കണോമിക്സ്, അതുപോലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നറിയപ്പെടുന്നത് മൈക്രോ എക്കണോമിക്സ്. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്നും വലിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്നും വിളിക്കുന്നു. അതായത് ഒരു വനത്തിലെ മരത്തെക്കുറിച്ച് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ആ വനത്തെക്കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് വിളിക്കുന്നു. ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ശാഖകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിനെ നമ്മൾ പൊതു സിദ്ധാന്തം എന്നും അല്ലെങ്കിൽ ജനറൽ തിയറി എന്നും വിളിക്കാറുണ്ട്. അതുപോലെ എന്നാൽ വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇതാണ് മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചും മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം, രണ്ട് സോഷ്യലിസം, മൂന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: മുതലാളിത്തം, സോഷ്യലിസം, മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഉൽപാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മുതലാളിത്തം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ മാർക്കറ്റിലെ പ്രൈസുകളും അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലകളെല്ലാം തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും മുതലാളിമാരായിരിക്കും. ഇവരുടെ ലക്ഷ്യം എപ്പോഴും എന്താണ്? ലാഭം മാത്രമായിരിക്കും. ജനങ്ങളുടെ ക്ഷേമത്തിന് ഇവർ ഒട്ടും തന്നെ പരിഗണന കൊടുക്കുന്നില്ല. രണ്ട് എന്ന് പറയുന്നത് സോഷ്യലിസം, അതായത് ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലുള്ള മൂലധന നിക്ഷേപത്തിലൂടെ പൊതുമേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, സോവിയറ്റ് യൂണിയനൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. തീർച്ചയായിട്ടും ഈ സോഷ്യലിസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ്. എന്നാൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് പൊതുമേഖലയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയെയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള മുതലാളിമാർ പണമുണ്ടാക്കാൻ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതേസമയം ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും ശ്രമിക്കുന്നു. ഇതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് സമ്പദ് വ്യവസ്ഥകളാണ് നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്: മുതലാളിത്തം, സോഷ്യലിസം, പിന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തൊരു പേരാണ് ആഡം സ്മിത്തിൻ്റെ പേര്. ഇദ്ദേഹം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലെയ്സസ് ഫെയർ എന്ന സിദ്ധാന്തം ഇദ്ദേഹത്തിൻ്റേതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എഴുതിയൊരു ഫേമസ് ആയ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി. വെൽത്ത് ഓഫ് നേഷൻസ് ഇത് 1776 ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എന്താണ്, ആഡം സ്മിത്തിനെ കുറിച്ച് നമുക്ക് എക്കണോമിക്സിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്. അതുപോലെ തന്നെ
സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കതിൽ ആദ്യം ഓർമ്മ വരുന്നത് പണം എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ മണി. ഇതിന് മണി എന്നതിന് കൃത്യമായ, അല്ലെങ്കിൽ പണം എന്നതിന് കൃത്യമായൊരു ഡെഫിനിഷൻ നൽകിയത് വാക്കറാണ്. അദ്ദേഹം നൽകിയ ഡെഫിനിഷൻ ഇതാണ്: പണം ചെയ്യുന്നതെന്തോ അതാണ് പണം. പണം ചെയ്യുന്നതെന്തോ അതാണ് പണം. അദ്ദേഹം നൽകിയ ഡെഫിനിഷൻ ഇതാണ്, അതായത് മണി ഈസ് വാട്ട് മണി ഡസ്. പണം ചെയ്യുന്നതെന്തോ അതാണ് പണം. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരു പേരുണ്ട്, ചോദനം അഥവാ ഡിമാൻഡ്. ചോദനം അഥവാ ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന നിയമം അല്ലെങ്കിൽ ചോദന നിയമം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹമാണ് എന്താ കൊണ്ടുവന്നത്? ചോദന നിയമം കൊണ്ടുവന്നത്. ഇത് നമ്മൾ ഇത്രയും കാര്യം, മണി എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ഇത്രയും കാര്യം തന്നെ ഓർത്തു വയ്ക്കണം. പിന്നെ നമുക്ക് പറയാനുള്ളത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫ്നോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫ്നോളജി. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സമ്പദ്ഘടനയെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് പ്രാഥമിക മേഖല, അതായത് പ്രൈമറി സെക്ടർ. 2 ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ. 3 തൃതീയ മേഖല അഥവാ ടേഴ്സറി സെക്ടർ. ഇങ്ങനെ 3ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രാഥമിക മേഖലയിൽ പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം, അല്ലെങ്കിൽ മത്സ്യബന്ധനം, നമുക്ക് പറയുകയാണെങ്കിൽ അതായത് കൃഷി, ഖനനം, കന്നുകാലി സമ്പത്ത്, ഇതൊക്കെ എന്താണ് പ്രാഥമിക മേഖലയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ദ്വിതീയ മേഖല, അതിൽ അതായത് സെക്കൻഡറി സെക്ടർ. അതിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സാധനങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എന്തിൽ പെടുത്തുന്നത്? ദ്വിതീയ മേഖലയിൽ. അതുപോലെ തന്നെ തൃതീയ മേഖല എന്ന് പറയുന്നതിനെ നമ്മൾ സേവന മേഖല എന്നുകൂടി വിളിക്കുന്നുണ്ട്. സേവന മേഖല എന്നുള്ള പേരിൽ കൂടി എന്തറിയപ്പെടുന്നുണ്ട്? തൃതീയ മേഖല അറിയപ്പെടുന്നുണ്ട്. അതായത് ഉദാഹരണം ബാങ്കിങ്, വാണിജ്യം, ഗതാഗതം, ഇതൊക്കെയാണ് ഏതിൽ പെടുന്നത്? നമ്മുടെ തൃതീയ മേഖലയിൽ പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നമുക്ക് ലഭിക്കുന്നത് തൃതീയ മേഖലയിൽ നിന്നുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് നമ്മൾക്ക് എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ നിന്ന് കൃത്യമായി നോട്ടുണ്ടാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓരോ മത്സര പരീക്ഷകൾക്കും എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.